മുഖ്യമന്ത്രി ചികിത്സാ ധനസഹായം വിതരണം ചെയ്തു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ ടി.ആർ. ബിജോയ് ധനസഹായ വിതരണം നിർവഹിച്ചു. അതിനേക്കാളേറെ സന്തോഷമായി. കാരണം കൂടി നിൽക്കലുമായി മദ്യപിക്കുന്നുമില്ല. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. കൂടി നിൽക്കണം. നിങ്ങൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടി നിൽക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. ആ കൂടി നിൽക്കലിലൂടെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഇങ്ങനത്തെ നല്ല പ്രവൃത്തികൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിന് ഞാൻ ഈ തണൽ സാംസ്കാരിക വേദി ഇതിലെല്ലാം ഉണ്ട്. തണൽ എന്ന് പറഞ്ഞാൽ ഇതാണ് യഥാർത്ഥ തണൽ. ഈ തണലാണ് തണൽ. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ചായ്ക്കാനായിട്ട് ഇപ്പോ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു സാമാന്യം തരത്തിലൊരു തുക പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ അവരുടെ സ്വന്തം കയ്യിലുള്ളവരുണ്ട്, എനിക്ക് മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ കൊടുത്തതുണ്ട്. ഇത് രണ്ട് തരത്തിലാണ് പ്രയോജനപ്പെടുന്നത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടായിരുന്നു കൊണ്ട് ചിന്തിക്കുന്നു, ഇങ്ങനെ ഒരു നല്ല പ്രവൃത്തിയെ പറ്റി ചിന്തിക്കുന്നു, അവരുടേതായ ഒരു തുക സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാം ഈ എമൗണ്ടിനേക്കാൾ കൂടുതൽ ഇവരുടെ എല്ലാം പ്രാർത്ഥനയും കൂടെ സ്വരുക്കൂട്ടി വെക്കുന്ന ഒരു ചടങ്ങാണ്. അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപാട് കോൺഫിഡൻസ് കിട്ടും. ഈ നാട്ടിലുള്ളവരുടെ കോൺഫിഡൻസ് ആണ്, ഈ നാട്ടിലുള്ളവരുടെ പ്രാർത്ഥനയാണ് ഈ കൂട്ടിയിട്ടുള്ളത്. അത് ഏത് മതവിഭാഗക്കാരുടെയാണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടികളുടേതാണെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി എനിക്ക് മുന്നിൽ നിൽക്കുന്ന ഇത്രയും ജനം ഇവരെല്ലാവരും ഒരുമിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇതാണ് നേരത്തെ തണലിനല്ല അടിയിലുള്ള സാംസ്കാരിക സമിതിയാണ് അല്ലേ? തണൽ സാംസ്കാരിക എം ടി ഉണ്ണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ ഡി സതീഷ്, ശ്രീദേവി വിജയകുമാർ, പി കെ ജ്യോതിഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.